തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മളെത്തുകയാണ്. ഡിസംബർ 15-ാം തീയതി മുതൽ നമ്മൾ ആരംഭിച്ച ഗുരുദേവൻ്റെ ദർശനങ്ങളെയും ഗുരുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഈശ്വരഭക്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ വളരെ നിരന്തരമായ പ്രസംഗങ്ങളും ചർച്ചകളും ക്ലാസ്സുകളുമെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എത്ര കാരുണ്യപൂർവമാണ് നമുക്ക് ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുവാദം തരുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി ഗുരു വിഷയങ്ങളെ നിർണയിച്ചത്. അതിനേക്കാൾ വലിയ കാരുണ്യമാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടി നൽകിയ സമയം എന്ന് പറയുന്നത്. അത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പ് കാലമായിക്കൊള്ളട്ടെ എന്ന് പറയുന്നു. ഒരുപക്ഷെ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം കൊടുക്കുന്ന അവസരത്തിൽ ആ കാലയളവിൽ കൊല്ലവർഷവും മറ്റുമൊക്കെയായി ആളുകൾ കാലഗണനയും വർഷങ്ങളും ഒക്കെ കണക്കാക്കുന്ന ഒരു സന്ദർഭത്തിൽ ഗുരു എത്ര കണ്ട് മുന്നേ കണ്ടുകൊണ്ടാണ് ഗുരു പറഞ്ഞത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായിക്കൊള്ളട്ടെ എന്ന് പറയുന്നത്. കാരണം ആ കാലയളവിൽ ഇംഗ്ലീഷ് മാസങ്ങൾ അത്ര കണ്ട് വലിയ പരിചയമല്ല. പക്ഷെ ഗുരുവിനറിയാം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സാർവത്രികമായിട്ട് ഒരുപക്ഷെ ലോക വ്യവഹാരങ്ങളിലേക്ക് എത്തുമ്പോൾ ലോകരാജ്യങ്ങളുമൊക്കെ ആയിട്ട് വ്യാപരിക്കുമ്പോൾ ഒരുപക്ഷെ മലയാളം മാസങ്ങളെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് മാസത്തിനായിരിക്കും, ഇംഗ്ലീഷ് വർഷത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യമുണ്ടാവുക. ഒപ്പം തന്നെ ഒരുപക്ഷെ ചിങ്ങമാസം 1-ാം തീയതിയും മറ്റുമൊക്കെ മലയാള മാസം അനുസരിച്ച് നമ്മൾ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ആയി നമ്മളുടെ ജീവിതവുമായി നിരന്തരം ബന്ധപ്പെട്ട് നമ്മൾ പ്രമുഖമായ ഒരു ദിവസമായി, മുഖ്യമായ ഒരു ദിവസമായി, എല്ലാത്തിനും പറ്റിയ ആരംഭത്തിന് പറ്റിയ ഒരു ദിവസമായിട്ട് നമ്മൾ കാണുമ്പോൾ പുതിയ കാലം വരുന്നു. ആ കാലയളവിൽ ഈ പറയുന്ന തരത്തിൽ ഇംഗ്ലീഷ് വർഷത്തിലേക്ക് പോയപ്പോൾ ജാനുവരി മാസം 1-ാം തീയതി എന്ന് പറയുന്നത് എന്തിൻ്റെയും പുതിയതിൻ്റെ തുടക്കമായിട്ട് ലോകം വ്യവഹരിക്കുകയാണ്. അപ്പം അങ്ങനെ ലോകം വ്യവഹരിക്കാൻ സാധ്യതയുള്ള ഒരു കാലത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ത്രികാലജ്ഞാനിയായ ഗുരു ആ അവസരത്തിൽ ശിവഗിരി തീർത്ഥാടനത്തിന് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായിക്കൊള്ളട്ടെ എന്ന് ഉപദേശിച്ചത്. ഇന്ന് ശിവഗിരി തീർത്ഥാടനത്തിലെ അതുപോലെ തന്നെ ആ കാലയളവിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ജാനുവരി 1-ാം തീയതി, അതായത് ഡിസംബർ 31 വൈകിട്ട് നടക്കുന്ന നവവത്സര പൂജ എന്ന് പറയുന്നത്. കാരണം കാലം മാറുകയാണ്. അപ്പോൾ ഓരോ കാലയളവ് ഒന്നും ഏറ്റവും ശ്രേഷ്ഠമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമെന്നോ പഴയതൊക്കെ അത്ര നല്ലതല്ല എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ നമ്മൾ ആഗോളമായി ചിന്തിക്കുമ്പോൾ ആഗോളമായ കാലഗണനയെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. പഴയതിൻ്റെ മൂല്യങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ്, വളരെ വലുതാണ്, അതിനെ ഒന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. ഒപ്പം തന്നെ നമ്മൾ മാറിയ കാലഘട്ടങ്ങളിൽ മാറിയ സമയക്രമങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ശിവഗിരി തീർത്ഥാടന കാലയളവിൽ പുതിയ ഒരു തുടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ വ്യവഹാരങ്ങളുടെ, നമ്മളെ വ്യാവസായിക വ്യാപാരപരമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യമായ മാറ്റങ്ങൾക്കും നമ്മളുടെ പുതിയ ഉൾക്കൊള്ളലിനും എല്ലാം തന്നെ പുതിയ ഒരു തുടക്കമായി ശിവഗിരി തീർത്ഥാടന വേദിയിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള
ഊർജത്തെ ഗുരുവിൻ്റെ സന്ദേശത്തിൽ നിന്നും ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ വന്നെത്തിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം അത്രയും മുന്നോട്ട് കണ്ടുകൊണ്ടാണ് കവിയായ ഋഷിയായ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് രൂപകൽപ്പന നടത്തിയത്, സമയഗണന നടത്തിയത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്തുകൊണ്ട് നവവത്സരത്തിന് വേണ്ടി ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ പുതിയ കാലത്തെക്കുറിച്ച് എല്ലാം പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഈ അവസരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ചുമതലക്കാരൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മസംഘം ഏൽപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ സന്തോഷകരമായിട്ടാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ശിവഗിരി മഠത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആസൂത്രണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിലെനിക്ക് ആദ്യമായി നന്ദിയല്ല, മറിച്ച് ഞാൻ ആദ്യമായിട്ട് വളരെ ബഹുമാനത്തോടെ, അതിനേക്കാൾ ഉപരി അതിൻ്റെ എല്ലാ ആദരവോടുകൂടി ഞാൻ നമവാകം പറയുന്നത് സ്വാമിജിയോട് തന്നെയാണ്. കാരണം ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളുടെയും ഇതിൻ്റെ ഒരു ആസൂത്രണം എന്ന് പറയുന്നത് ഡിസംബർ 15 മുതൽ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കണം. അത് ജാനുവരി 5 വരെയുള്ള ദിവസങ്ങളിലായി ഒരു വലിയ കാലയളവിലേക്ക് പോകണം. കാരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചർച്ച ചെയ്താൽ തീരുന്ന വിഷയങ്ങളല്ല എന്നുള്ള ഒരു മുന്നൊരുക്കത്തോടുകൂടി അതിനെക്കുറിച്ച് കുറച്ചും കൂടെ മുന്നോട്ട് കടന്നുകൊണ്ട് അതിനൊരു ആസൂത്രണം ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ തയ്യാറായതും അതിനുവേണ്ട തീരുമാനങ്ങൾ എടുത്തതും സച്ചിദാനന്ദ സ്വാമികളാണ്. ഒരുപക്ഷെ 1-ാം തീയതി മാത്രമായിരുന്നു പണ്ടൊരിക്കൽ ശിവഗിരി ആരംഭ കാലഘട്ടങ്ങളിൽ ശിവഗിരി തീർത്ഥാടനം നടന്നിരുന്നത്. അതിനുശേഷം പിന്നീട് അത് 31 ഡിസംബർ 30 തീയതികളിലായി. അതിനുശേഷം ഏതാണ്ട് 75ാമത് ശിവഗിരി തീർത്ഥാടന സമയത്താണെന്ന് തോന്നുന്നു, തെറ്റുള്ള തിരുത്താം, ആയിരുന്നു. അത് ഡിസംബർ 25-ാം തീയതിയിലേക്ക് അത് മുന്നോട്ട് കയറ്റി നമ്മൾ അവിടെ മുതൽ സമ്മേളനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം ആ ദിവസങ്ങളിലൊക്കെ ഉള്ള ജനബാഹുല്യവും ഗുരുവിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ഡിസംബർ 20-ലേക്ക് നമ്മൾ മുന്നോട്ട് കുറച്ചും കൂടെ 5 ദിവസം കൂടെ കയറി നമ്മൾ അവിടെ മുതൽ പ്രോഗ്രാമുകളും ക്ലാസ്സുകളും അതേപോലെ തന്നെ സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ആ 20-ൽ നിന്ന് അതിന്ന് ഡിസംബർ 15 മുതൽ അത് തുടങ്ങുകയാണ്. ഈ വർഷം അത് ഡിസംബർ 15, അതിനു മുൻപ് 14-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, അന്ന് മുതൽ അത് ആരംഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിനോടെല്ലാം സഹകരിച്ച് ഇതിനെല്ലാം വേണ്ട പ്രചോദനം നൽകിയ വളരെയധികം കമ്മിറ്റികൾ, മറ്റ് ഗവൺമെൻറ് ഏജൻസികൾ, ഇവർക്കെല്ലാം നന്ദി പറയുക, ഒപ്പം ഇതിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. കുറച്ച് ആളുകളുടെ പേര് അധികമായി പറയേണ്ടതുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം വന്ന് എഴുതി വായിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ മാനവരാശിക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ശിവഗിരി തീർത്ഥാടനം. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 93ാമത് വർഷത്തിൻ്റെ പരിസമാപ്തിയിലാണ് ഇന്ന് നമ്മൾ. ആത്മീയ വിഷയങ്ങളെയും സാമൂഹ്യ വിഷയങ്ങളെയും നാം ഒരേപോലെ ചർച്ച ചെയ്യുന്നത് ശിവഗിരി തീർത്ഥാടനത്തിലല്ലാതെ മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുതന്നെയാണ് ശിവഗിരി തീർത്ഥാടനത്തെ മറ്റേതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കഴിഞ്ഞ 92 വർഷങ്ങളിലായി ശിവഗിരിയിൽ നടന്നു വന്ന തീർത്ഥാടന സമ്മേളനത്തിൽ ഭാരതത്തിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ സമുന്നത ശീർഷരായ ആയിരക്കണക്കിന് മഹാത്മാക്കളാണ് പങ്കുചേർന്നിട്ടുള്ളത്. ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനവും വിശിഷ്ട വ്യക്തികളെ കൊണ്ട് സമ്പന്നമായിരുന്നു. ശിവഗിരി മഠത്തിലെ സന്യാസിമാരുടെയും മേൽപ്പറഞ്ഞ മഹത്തുക്കളുടെയും ഉപദേശങ്ങൾ വഴി അത്യത്ഭുതകരമായ പരിവർത്തനങ്ങളാണ് രാജ്യത്ത് സൃഷ്ടമായിട്ടുള്ളത്. നവീന കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അറിവിൻ്റെ തീർത്ഥാടനമായ ശിവഗിരി തീർത്ഥാടനവും മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മഹാസമാധി ശതാബ്ദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം
ഒക്ടോബർ 23 ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു നിർവഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നു വരുന്നത്. ഡിസംബർ 15 മുതൽ മുൻകാലങ്ങളിലെന്ന പോലെ ഗുരുവിൻ്റെ ദർശനത്തെയും സന്ദേശങ്ങളെയും ആധാരമാക്കി പ്രഭാഷണ പരമ്പരകൾ നടന്നു. ഡിസംബർ 30 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യ അതിഥിയായിരുന്നു. കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ്, സോഹോ കോർപ്പറേഷൻ ഫൗണ്ടർ ശ്രീ ശ്രീധർ വെമ്പു, KG ബാബുരാജൻ, ശ്രീ AV അനൂപ് മുതലായവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. രാവിലെ 11 മുതൽ നടന്ന തീർത്ഥാടന ലക്ഷ്യമായ വിദ്യാഭ്യാസത്തെ ആധാരമാക്കി മാറേണ്ട വിദ്യാഭ്യാസവും മാറരുതാത്ത മൂല്യങ്ങളും എന്ന വിഷയത്തിന്മേൽ നടന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. ശ്രീ KR ജ്യോതിലാൽ, ശ്രീ P വിജയൻ IPS മുതലായവർ സംസാരിച്ചു. തുടർന്ന് 1 മണിക്ക് തീർത്ഥാടന ലക്ഷ്യമായ ശുചിത്വം ആധുനിക ജീവിതത്തിലെ ആരോഗ്യ പ്രതിസന്ധികൾ എന്ന വിഷയത്തിന്മേൽ നടന്ന സമ്മേളനം ഡോക്ടർ K സുധാകരൻ അധ്യക്ഷതയിൽ ശ്രീ PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. വീണ്ടും 3 മണിക്ക് നടന്ന ഗുരുദേവന്റെ ഏകലോക വ്യവസ്ഥിതിയും ആത്മീയതയും എന്ന സമ്മേളനം ബഹുമാനപ്പെട്ട ബീഹാർ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ മുതലായവർ പ്രസംഗിച്ചു. 4 മണിക്ക് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യ സത്സംഗം നടന്നു. വൈകുന്നേരം 5 മണിക്ക് തീർത്ഥാടന ലക്ഷ്യമായ ഈശ്വരഭക്തിയെ ആധാരമാക്കി ആത്മീയത ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും എന്ന വിഷയത്തിന്മേൽ കുളത്തൂർ അദ്വൈതാശ്രമം അധ്യക്ഷൻ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ അമൃതാനന്ദമയി മഠം തപസ്യാമൃത സ്വാമികൾ, നാരായണ ഗുരുകുലത്തിൻ്റെ റെഗുലേറ്റിംഗ് സെക്രട്ടറി ശ്രീമദ് ത്യാഗീശ്വര സ്വാമികൾ മുതലായവർ സംസാരിക്കുകയുണ്ടായി. ഡിസംബർ 31 രാവിലെ 5:30 ആരംഭിച്ച തീർത്ഥാടക ഘോഷയാത്ര ഗുരുദേവ സ്മൃതിയാൽ ഭക്തി നിർഭരമായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നടന്നു. അതേപോലെ തന്നെ നടക്കുകയുണ്ടായി. തീർത്ഥാടകരുടെ ബാഹുല്യം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഏറെ ഉണ്ടായിരുന്നു എന്നുള്ളതും സന്തോഷകരമായ സംഗതിയാണ്. 10 മണിക്ക് തീർത്ഥാടന മഹാസമ്മേളനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷനായിരുന്നു. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, KC വേണുഗോപാൽ തുടങ്ങിയവർ അതിൽ പങ്കെടുത്തു. ഒപ്പം ഉച്ചയ്ക്ക് 12 നടന്ന തീർത്ഥാടന ലക്ഷ്യമായ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ എന്ന വിഷയത്തിൽ സ്വയം പര്യാപ്തതയിലൂടെ അഭിവൃദ്ധി എന്ന സമ്മേളനം നബാർഡിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ KV ഷാജി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ദിവ്യ S അയ്യർ IAS തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2:30 തീർത്ഥാടന ലക്ഷ്യമായ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്ന ആ വിഷയത്തിന്മേൽ ഉള്ള സമ്മേളനം ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ NK പ്രേമചന്ദ്രൻ MP അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ P രാജീവ് മുഖ്യ അതിഥിയായിരുന്നു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ മോഹനൻ കുന്നുമേൽ തുടങ്ങിയവർ ആ സമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി. വൈകുന്നേരം 5 മണിക്ക് ആധുനിക കേരള നിർമ്മിതിയിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് എന്നുള്ള വിഷയത്തിന്മേൽ നടന്ന സമ്മേളനം ശ്രീ A റഹീം ഉദ്ഘാടനം ചെയ്തു. ശ്രീ മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷനായിരുന്നു. ജനുവരി 1 രാവിലെ 10 മണിക്ക് നടന്ന ശ്രീനാരായണ പ്രസ്ഥാന സംഗമം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശശി തരൂർ MP മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീ TP സെൻകുമാർ മുതലായ ബഹുമാന്യരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി. 11 മണിക്ക് നടന്ന ശ്രീനാരായണ പ്രസ്ഥാന സംഗമം അതിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ K സുധാകരൻ MP അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി ശ്രീ VS സുനിൽകുമാർ തുടങ്ങിയവർ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടന്ന തമിഴ് കന്നഡ സമ്മേളനം തമിഴ്നാട്ടിൽ നിന്നും കന്നഡ ദേശത്തു നിന്നുമായിട്ട് വന്ന വിശിഷ്ട വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുണ്ടായ സമ്മേളനമാണ്. പ്രസ്തുത സമ്മേളനത്തിൽ തമിഴ്നാടിൻ്റെ ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീ T മനോജ് തങ്കരാജ് ഉദ്ഘാടനം ചെയ്തു.
മറ്റ് വളരെ വിശിഷ്ടരായിട്ടുള്ള ആൾക്കാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. തുടർന്ന് 2:30 നടന്ന സാഹിത്യ സമ്മേളനം ശ്രീ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ KP രാമനുണ്ണി അധ്യക്ഷത വഹിച്ച് കേരളത്തിലെ ബഹുമാന്യരായ പല സാഹിത്യകാരന്മാരും ആ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ വൈകുന്നേരം 5-ന് നടക്കുന്ന ഈ സമ്മേളനം, ഈ സമാപന സമ്മേളനത്തിൽ ബഹുമാന്യനായ മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഒപ്പം P. പ്രസാദ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. മുൻ മന്ത്രി ശ്രീ ബിനോയ് വിശ്വം, കൊടിക്കുന്നിൽ സുരേഷ് MP, MLA-മാരായ അഡ്വക്കേറ്റ് V. ജോയ്, DK മുരളി, G. സ്റ്റീഫൻ മുതലായവരും ഇതിൽ പങ്കെടുത്ത് ബാക്കി വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഉപസ്ഥിതരാണ്. ശിവഗിരി മഠത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിവിധ സമ്മേളനങ്ങളിൽ പ്രഭാഷണം നടത്തിയ എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും ശിവഗിരി മഠത്തിൻ്റെ പേരിൽ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിലേക്കായി നിർലോഭമായ ധനസഹായം നൽകിയ, കാരണം ധനം എല്ലാത്തിനും ആവശ്യമാണ്, ഇതെല്ലാം ഈ തരുണത്തിൽ നടക്കുന്നതിനായിട്ട് വളരെയധികം ഉദാരമതികളായിട്ടുള്ള ആളുകളുടെ വ്യക്തികളുടേതായിട്ടുള്ള നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പലരും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ അവരുടെ പേരുകൾ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള വ്യക്തികളുടെ ഉദാരമായ സംഭാവനയിലാണ് ഈ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നടക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് ഗുരുവിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർത്ഥാടന ദിവസങ്ങളിലെ കലാപരിപാടികളും മറ്റും അവതരിപ്പിച്ചത്, അതിലും വളരെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ട ആളുകളാണ് ശ്രീ ജയപ്രകാശ്, റാക്കോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ഉടമ, ഒപ്പം തന്നെ ശ്രീ പ്രസാദ് കോണ്ടൂർ ഗ്രൂപ്പ്, ശ്രീ S. സുമേഷ്, ദേവി ഒപ്റ്റിക്കൽസ് മുതലായിട്ടുള്ളവർക്ക് അവർക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാർഷിക വിഭവങ്ങളും പല വ്യഞ്ജനങ്ങളും കാണിക്കയായി ശിവഗിരി മഠത്തിൽ സമർപ്പിച്ചു. അത് ഏതാണ്ട് ഡിസംബർ 15-ാം തീയതി മുതലായിട്ട് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പല തരത്തിലുള്ള പല വ്യഞ്ജനങ്ങളും അതേപോലെ പച്ചക്കറികളും ഒക്കെ ആയിട്ടുള്ള വിഭവങ്ങൾ ശിവഗിരിയിലെ ഗുരുപൂജയ്ക്കായിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായിട്ട് വലിയ വലിയ വാഹനങ്ങളിൽ ഇവിടെ എത്തിക്കുകയുണ്ടായി. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഗുരുവിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിരുന്ന ശ്രീ മെഡിമിക്സിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ AV അനൂപ്, ഒപ്പം തന്നെ വർക്കിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഡോക്ടർ സുരേഷ് മധുസൂദൻ, അവരോടും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതെല്ലാം സുഗമമായി ഇങ്ങനെ നടത്തുന്നതിനായിട്ട് ഓഫീസ് ജീവനക്കാരായ മഠം ജീവനക്കാരായിട്ടുള്ള ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ, ശ്രീ EM സോമനാഥൻ PRO, അഡ്വക്കേറ്റ് സെമിൻ രാജ് ലീഗൽ അഡ്വൈസർ, ശ്രീ സുദീപ് അക്കൗണ്ട്സ് ഓഫീസർ, ശ്രീ ബൈജു, ശ്രീ രാജേന്ദ്രൻ, ഗീതു, മിനി, ശ്രീ സുദർശനൻ, ശ്രീ അജിത്ത്, ശ്രീ മനോജ്, ശ്രീ രാജചന്ദ്രൻ, ശ്രീ ജീവൻ തുടങ്ങിയ കൗണ്ടറുകൾ, ഒപ്പം തന്നെ ഇതിൻ്റെ കൗണ്ടറുകളിലും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വളരെയധികം വ്യക്തികളുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് മനസ്സിൽ സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരെ തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി എന്ന പേരിലുള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയുടെ ഓഫീസ് സംവിധാനങ്ങൾ സ്തുത്യർഹമായി നിർവഹിച്ച ഇൻചാർജ് ശ്രീ പ്രദീപ് ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരുന്ന ശ്രീകുട്ടൻ, കൂടാതെ ഈ ഓഫീസ് സംവിധാനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വന്ന ശ്രീ കിച്ചു കെ അരവിന്ദ്, അദ്ദേഹം ഈ വേദിയുടെ പിറകിലുണ്ട്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ശിവഗിരി മഠം ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള കോളേജ് ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് നഴ്സിംഗ്, ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, ശിവഗിരി ശ്രീനാരായണ സീനിയർ സെക്കൻഡറി സ്കൂള്, വക്കം വിദ്യാനികേതൻ, ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂള്, ശിവഗിരി ഹൈസ്കൂള്, ശിവഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഗസ്റ്റ് ഹൗസ്, ശിവഗിരി പ്രസ്, ശിവഗിരി മഠം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് മുതലായ സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥാപന മേധാവികൾക്ക്, ജീവനക്കാർക്ക്, ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പേരിലുള്ള തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള എൻ്റെ സ്വന്തം വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ നന്ദിയും ഞാനിവിടെ കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർത്ഥാടനത്തോടനുബന്ധിച്ച് സേവനം ചെയ്ത സംസ്ഥാന സർക്കാരിൻ്റെ, കാരണം സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ സംയോജനങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ഈ തരുണത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, തിരുവനന്തപുരം റൂറൽ SP, വർക്കല DY
DYSP, SHO തുടങ്ങിയ എല്ലാ മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് സേവനം ചെയ്ത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സ്പെഷ്യൽ ബ്രാഞ്ച് അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഒപ്പം തന്നെ വർക്കല തഹസീൽദാർ, അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, ഫയർ ആൻഡ് സേഫ്റ്റി, BSNL തീർത്ഥാടന ദിവസങ്ങളിൽ ശിവഗിരിയിലും പരിസര പ്രദേശത്തുമായി വൈദ്യുതി തടസ്സമില്ലാതെ എത്തിക്കുവാൻ പ്രവർത്തിച്ച KSEBയിലെ ഉദ്യോഗസ്ഥന്മാർ, കുടിവെള്ളത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തന്നിരുന്ന കേരള വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ വർക്കല മണമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ആയുർവേദ ഹോമിയോ ഹോസ്പിറ്റൽ, ശിവഗിരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങിയ ഹോസ്പിറ്റലുകൾ തീർത്ഥാടനത്തോടനുബന്ധിച്ച് വൈദ്യസഹായം നൽകുകയുണ്ടായി. ആംബുലൻസിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ മറ്റ് ഹോസ്പിറ്റലുകൾ, മറ്റ് പ്രൈവറ്റ് ആംബുലൻസ് സർവീസുകൾ നടത്തിയ ലൈഫ് കെയർ, അതേപോലെ തന്നെ വേവ്സ്, ദേവി ഗാന്ധി ഭവൻ തുടങ്ങിയ സ്ഥാപനങ്ങളെ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വർക്കല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈ വേദിയിലുണ്ട്, ഗീത ഹേമേന്ദ്രൻ, അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്ന ശ്രീ സന്തോഷ് കുമാർ വട്ടപ്പലാമൂടാണ്. അദ്ദേഹം ഈ കമ്മിറ്റിയിൽ വളരെയധികം കാലങ്ങളായിട്ട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ നല്ല രീതിയിലായിരുന്നു. അദ്ദേഹത്തിന് വിശേഷമായിട്ടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ മഠത്തിന് വേണ്ടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ കൗൺസിലർമാർ, ഓഫീസ് ജീവനക്കാർ തുടങ്ങിയ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിനെ സംബന്ധിച്ചുള്ള വഴിപാടിനങ്ങൾക്ക് പ്രത്യേകമായി കൗണ്ടർ തുറന്ന് പ്രവർത്തിച്ച ഫെഡറൽ ബാങ്ക് ആയിരുന്നു. അതിൻ്റെ മാനേജർക്കും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പ്രവർത്തകർക്കുമുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രവർത്തകർ ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. അവർക്കുള്ള നന്ദിയും കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഈ വർഷത്തെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒന്നായിരുന്നു ശ്രീ 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാപ്രശ്നോത്തരി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം, ഗുരുദേവൻ്റെ കൃതികൾ, ഗുരുദേവൻ്റെ ശിഷ്യന്മാർ, ഗുരുദേവൻ്റെ പ്രസ്ഥാനങ്ങൾ മുതലായവയെക്കുറിച്ചെല്ലാം വലിയ ഒരു പ്രശ്നോത്തരി നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഡിസംബർ 25-ാം തീയതിയായിരുന്നു ആ മഹാപ്രശ്നോത്തരി, അതായത് ക്വിസ് മത്സരം അത് സംഘടിപ്പിച്ചത്. ഇവിടെ ഏതാണ്ട് ഒരു 460ഓളം ക്വിസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ ആബാലവൃദ്ധൻ ജനങ്ങളും അതിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ അതിൻ്റെ രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദി വളരെ സമ്പന്നമായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ശ്രീ അജയൻ പനേറ, അഡ്വക്കേറ്റ് സുബിത്ത് എസ് ദാസ്, അഭിലാഷ് പ്രഭാകരൻ, ക്വിസ് മാസ്റ്ററായിട്ട് ശ്രീ രതീഷ് സാറ്. ഇതിന് നേതൃത്വം നൽകിയത് ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും ശിവഗിരി സെൻട്രൽ സ്കൂളിലെയും ഇംഗ്ലീഷ് LP സ്കൂളുകളിലെയും നഴ്സിംഗ് സ്കൂളിലെയും ഇവിടുത്തെ എല്ലാം അധ്യാപകരായിരുന്നു. ഇവർക്ക് നേതൃത്വം നൽകിയ ഈ സ്ഥാപനങ്ങളിലെ മേധാവികൾ, മറ്റെല്ലാവർക്കും അനധ്യാപകർ എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിനു വേണ്ട എല്ലാ മീഡിയ കവറേജും നൽകിയത്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായവും നൽകിയത്, എല്ലാം ഏറ്റവും കുറ്റമറ്റ തരത്തിലുള്ള ഒരു ക്വിസ് പ്രോഗ്രാം ആയിരുന്നു. അത് വളരെ ശിവഗിരി TV-യിൽ ലൈവായി കാണിച്ചുകൊണ്ട് അതിനെയും നിങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ ഉള്ള ഒരു ക്വിസ് പ്രോഗ്രാം ആയിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അതിൻ്റെ 3ാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഓഡിയോ, വീഡിയോ, വിഷ്വലായിട്ടായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത് ലൈവായിട്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ സഹകരണവും നടത്തിയിരുന്നത് കുവൈറ്റിൽ നിന്നുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. ലിങ്ക് കോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമായിരുന്നു. അവർ 10-15 പേര് ഇവിടെ ഓൾറെഡി വന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ടായിരുന്നു ആ ടീം ഇതിനെ നയിച്ചത്. അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ശിവഗിരി മഠത്തിന് വേണ്ടി, ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മറ്റൊരു വിശേഷപ്പെട്ട ഇനമായിരുന്നു ശിവഗിരി തീർത്ഥാടന പുരസ്കാരം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തെ സംബന്ധിച്ച് 8 ലക്ഷ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രഥമമായിരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിഷയത്തിന്മേൽ ഈ വർഷം 1,01,000 രൂപ, അതായത് മഹാപ്രശ്നോത്തരി എന്ന് പറയുന്നതിന്
ആദ്യ സമ്മാനമായിട്ട് 50,000 രൂപയും, രണ്ടാം സമ്മാനമായിട്ട് 40,000 രൂപയും, മൂന്നാം സമ്മാനമായിട്ട് 30,000 രൂപയും, പിന്നീട് വന്ന 10 പേർക്ക് 10,000 രൂപയും വീതമായിരുന്നു നമ്മൾ പ്രൈസായിട്ട് കൊടുത്തിരുന്നത്. രണ്ടാമത്തെ ഇനമായിരുന്നു ഈ പറയുന്ന ശിവഗിരി തീർത്ഥാടന പുരസ്കാരം എന്ന് പറയുന്നത്. അതിന് നമ്മൾ 1,00,000 രൂപയായിരുന്നു കൊടുത്തിരുന്നത്. അതായത് ഗുരുവിൻ്റെ ദാർശനികവും ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള നവീനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടായിരുന്നു നമ്മളത് കൊടുത്തിരുന്നത്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞത് അവർ നടത്തിയിരുന്ന മെഡിക്കൽ കോളേജ് യാതൊരു തരത്തിലുള്ള പിൻവാതിലിൽ സമീപനങ്ങളൊന്നും കൂടാണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പാവപ്പെട്ട രോഗികൾക്ക് പരിചരണം നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അത് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവർക്കായിരുന്നു ഇത്തവണത്തെ ആ പുരസ്കാരം ലഭിച്ചത്. അതിനു വേണ്ടിയിട്ട് ശിവഗിരി മഠവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജൂറി കമ്മിറ്റിയെ രൂപപ്പെടുത്തിക്കൊണ്ട് അവരായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരുന്നത്. ആ കമ്മിറ്റി അംഗങ്ങളായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS, അഡീഷണൽ ADGP ശ്രീ P വിജയൻ IPS, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി VC ശ്രീ ജഗതിരാജ്, എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഒപ്പം തന്നെ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ മറ്റൊരു വിശേഷമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജും ശിവഗിരി മഠവും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച 2 ദിവസത്തെ നാം അറിവാകുന്നു എന്ന് പറയുന്ന വിഷയത്തിന്മേലുള്ള ഒരു സിമ്പോസിയവും ദേശീയ സെമിനാറും. നാം അറിവാകുന്നു എന്ന്, നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുന്നത് ഗുരുവിൻ്റെ വാണിയാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ വാണിയുടെ കരുത്ത്, ഒപ്പം തന്നെ നാം അറിവാകുന്നു, നാം ആകുന്നു എന്നതുമായി അറിവ് എന്ന് പറയുന്ന ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അറിവ് എന്ന് പറയുന്ന ഒരു കൃതി തന്നെ ഗുരു രചിച്ചിട്ടുണ്ട്. ഈ സിമ്പോസിയത്തിൻ്റെ, ഈ ദേശീയ സെമിനാറിൻ്റെ വിഷയവും അതുതന്നെയായിരുന്നു, നാം അറിവാകുന്നു എന്നുള്ളതായിരുന്നു. ഈ സെമിനാറിൻ്റെ മുഖ്യ സംഘാടകനായ ശ്രീ അജയൻ പനയറ, യൂണിവേഴ്സിറ്റി കോളേജിലെ മറ്റ് അധ്യാപകർ, സെമിനാറിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച വിവിധ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകർ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽകുമാർ, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ രാജു നാരായണസ്വാമി IAS, എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ പ്രബന്ധങ്ങളെ 23-ാം തീയതിയാണ് ഇത് യൂണിവേഴ്സിറ്റി കോളേജിൽ 23-ാം തീയതിയും 24-ാം തീയതിയുമായിട്ടാണ് അവിടെ 2 ദിവസത്തെ സെമിനാർ നടത്തിയത്. അതിനുശേഷം ഈ പ്രബന്ധങ്ങളെ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ നാം അറിവാകുന്നു എന്ന ഗ്രന്ഥം ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി പ്രകാശിപ്പിക്കുകയുണ്ടായി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ നാം അറിയിക്കുന്നു. എന്ന് വെച്ചാൽ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് കുറച്ചും കൂടി അക്കാഡമിക് ആവണമെന്നും ഉള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ശിവഗിരി മഠം ഏർപ്പെട്ടത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് മറ്റൊന്നായിരുന്നു തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്താൽമോളജിയുമായി സഹകരിച്ചുകൊണ്ട് നടന്ന ഒരു നേത്രദാന ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒപ്പം ശിവഗിരി മിഷൻ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്രത്യേകതയായിരുന്നു ഈ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധമായി 3 ദിവസങ്ങളിലായിട്ട് നടന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി. അത് വളരെ വിജയകരമായിട്ട് പര്യവസാനിച്ചു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഹോസ്പിറ്റലിൻ്റെ PO ശ്രീ ഷാജി അവറുകളെയും മറ്റ് ജീവനക്കാരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഇവിടെ നിങ്ങൾ കാണുന്നതെല്ലാം തന്നെ വളരെ ശുചീകരണ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ശിവഗിരിയും പരിസരവും വൃത്തിയായും വെടിപ്പായും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ശുചീകരണ കമ്മിറ്റി ചെയർമാൻ ശ്രീ ചന്ദ്രബാബു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, വർക്കല മുനിസിപ്പാലിറ്റിയിലെയും ഹരിതകർമ്മസേനയിലെയും മറ്റ് അംഗങ്ങൾ തുടങ്ങിയ എല്ലാവർക്കും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തടസ്സവും ഒന്നും കൂടാതെ പ്ലംബിംഗ് ജോലികൾ നിർവഹിച്ച ശ്രീ ലാലും അദ്ദേഹത്തിൻ്റെ ടീമിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
ശ്രീ അക്കോമഡേഷൻ ശ്രീ വാമനപുരം മനോഹരൻ, ശ്രീ മനോഹരൻ മുട്ടപ്പലം, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടകരായി എത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുകയുണ്ടായി. അവരുടെ സേവനവും പ്രത്യേകം അഭിനന്ദനാർഹമാണ്. അവർക്കെല്ലാവർക്കും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തീർത്ഥാടകർക്ക് താമസ സൗകര്യങ്ങൾ അനുവദിച്ച് നൽകിയ ശിവഗിരി മഠം സ്കൂള്, അയിരൂർ MGM മോഡൽ സ്കൂള്, അമൃത വിദ്യാപീഠം, HMLP സ്കൂള്, മന്നാനിയ സ്കൂള്, ബ്ലൈൻഡ് സ്കൂള് തുടങ്ങിയവരുടെ മാനേജ്മെൻറ്റുകൾക്ക് പ്രത്യേകം കൃതജ്ഞത അർപ്പിക്കുകയാണ്. കലാപരിപാടികൾ ഡിസംബർ 21 മുതൽ ജാനുവരി 1 വരെ കലാപരിപാടികൾ അവതരിക്കുന്നതിനായി ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശ്രീ വി അനിൽകുമാർ, ശ്രീ സഞ്ജു ശശാങ്കൻ തുടങ്ങിയവർക്കും സഹപ്രവർത്തകർക്കും 93ാമത് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് മീഡിയ കമ്മിറ്റി. തീർത്ഥാടന പരിപാടികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള ഗുരുഭക്തരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾക്ക്, പ്രമുഖ മലയാള പത്രങ്ങൾ, പ്രമുഖ ചാനലുകൾ, ശിവഗിരി TV, യോഗനാഥം TV തുടങ്ങി വർക്കല പ്ലസ് ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും മീഡിയ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ശ്രീ M ജയരാജുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ഈ സ്റ്റേജിൽ ഈ LED വാൾ സൗജന്യമായിട്ട് നമുക്ക് സംഭാവന ചെയ്തുകൊണ്ട് നൽകിയ ശ്രീ സൗത്ത് ഇന്ത്യൻ വിനോദ് യോഗനാഥൻ TVക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനും ഇവിടുത്തെ പരിപാടികൾ സംപ്രേഷണം ചെയ്ത ചാനലുകൾക്കും ഇവിടെ നടന്ന തീർത്ഥാടന പരിപാടികളെല്ലാം ലൈവായി ടെലികാസ്റ്റ് ചെയ്ത യോഗനാഥൻ TV, ശിവഗിരി TV, അതിൻ്റെ നേതൃത്വം നൽകിയ ശ്രീ അനീഷ്, പ്രണവ്, മറ്റ് സഹപ്രവർത്തകർ, തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള ഇവർക്കെല്ലാമുള്ള നിസ്സീമമായ കൃതജ്ഞത ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് 24 മണിക്കൂറും ഊട്ടുപുരയിൽ നിന്ന് സമൃദ്ധമായി ആഹാരം വിളമ്പി തീർത്ഥാടകരായി വന്ന ശിവഗിരി മഠത്തിലെത്തിയ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഗുരുപൂജ പ്രസാദം ഒരുക്കി കൊടുക്കാൻ നേതൃത്വം നൽകിയ ശ്രീമദ് അംബികാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലായിരുന്നു, ശ്രീമദ് ഹംസതീർത്ഥ സ്വാമികളായിരുന്നു, ശ്രീ ജയൻ, ശ്രീ വൈശാഖ്, രതീഷ് വട്ടപ്പലാമൂട്, മണിയൻ, കുട്ടൻ, അജന്തൻ, മനു തുടങ്ങിയ കൂട്ടുവരയിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തികൾ, എല്ലാ വിഭാഗം ജീവനക്കാർക്കും അവിടെ വളരെയധികം ആളുകൾ ഇതിനു വേണ്ടിയിട്ട് വളരെ ദിവസങ്ങളായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ മുൻപിൽ ഞാൻ അറിയിക്കുകയാണ്, അവരോട് ഉള്ള നന്ദി. ഒപ്പം തന്നെ ഇവിടെ വോളണ്ടിയേഴ്സിൻ്റെ സേവനം 93ാമത് ശിവഗിരി തീർത്ഥാടന വിജയത്തിന് വേണ്ടി വോളണ്ടിയേഴ്സിൻ്റെ സേവനം സ്തുത്യർഹമായ രീതിയിൽ നൽകിയ ചെയർമാൻ DYSP വർക്കല ക്യാപ്റ്റൻ ശ്രീ സന്തോഷ് വട്ടപ്പലാമൂട്, ഘോഷയാത്രാ കമ്മിറ്റി ചെയർമാൻ ശ്രീ സുഗതൻ വട്ടപ്പലാമൂട് മുതലായ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ കലാസാഹിത്യ മത്സരം 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പ്രാദേശിക തലങ്ങളിലും സംസ്ഥാന തലത്തിലുമായി നടത്തിയ കലാസാഹിത്യ മത്സരങ്ങളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചെയർമാൻ ഡോക്ടർ അജയൻ പനയറ, ശ്രീ ഷോണി, ശ്രീ പുത്തൂർ ശോഭനൻ തുടങ്ങി പ്രസ്തുത കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള അഗൈതവമായ കൃതജ്ഞത അറിയിക്കുകയാണ്. ഒപ്പം തന്നെ സ്റ്റാൾ കമ്മിറ്റി ഇവിടെ കാണുന്ന ഈ സ്റ്റാളുകളെയെല്ലാം ഓർഗനൈസ് ചെയ്യുകയും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലോട്ടുകളെല്ലാം അലോട്ട് ചെയ്തുകൊണ്ട് ഇതിനെല്ലാം വ്യവസ്ഥ ഉണ്ടാക്കി തീർത്തത് സ്റ്റാൾ കമ്മിറ്റി ചെയർമാൻ സർവശ്രീ അനിൽകുമാർ, ചീഫ് കോർഡിനേറ്റർ ശ്രീ സുദീപ്, വൈസ് ചെയർമാൻ ശ്രീ സുദേവൻ VS, ശ്രീ സുധീഷ് ഞക്കാട്, കൺവീനർമാരായിട്ടുള്ള ശ്രീ സുധീർ തച്ചോട്, ധർമ്മരാജൻ വർക്കല, സബിൻ തച്ചോട്, ഹരിലാൽ, രാജൻ, മോഹൻ സിംഗ്, അശോകൻ VS, K സതീഷ് ബാബു, അജയ് S, ദിലീപ് കുമാർ എന്നിവരുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിരുന്നു. എല്ലാവർക്കുമുള്ള കൃതജ്ഞതയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ പദയാത്രാ സ്വീകരണ കമ്മിറ്റി ശ്രീ ആറ്റിങ്ങൽ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിനെത്തിയ 150-ൽ പരം പദയാത്രകൾക്ക് ഗംഭീരമായ രീതിയിലുള്ള സ്വീകരണം നമ്മൾ നൽകുകയുണ്ടായി. എല്ലാ അംഗങ്ങൾക്കും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ശിവഗിരിയുടെ ക്ഷണം സ്വീകരിച്ച് തീർത്ഥാടനത്തിൽ പ്രാസംഗികരായും ക്ഷണിതാക്കളായും എത്തിച്ചേർന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും വളരെ നല്ല രീതിയിൽ സൽക്കരിച്ച അരുൺദാസിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ സ്റ്റേജ് ആൻഡ് പ്ലാറ്റ്ഫോം കമ്മിറ്റി ചെയർമാൻ ശ്രീ അരുൺകുമാർ, ശ്രീ അജയ് കുമാർ കരുനാഗപ്പള്ളി തുടങ്ങിയ മറ്റ് അംഗങ്ങളുടെ അവരുടെ എല്ലാം പേരുകളും അവർക്കുള്ള ആദരങ്ങളും ഇവിടെ അറിയിക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ എല്ലാവരുടെയും പേര്
പേരുകളും അതേപോലെ തന്നെ മറ്റു പേരുകളും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറയുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് സാമ്പത്തിക സഹായവും പരസ്യങ്ങളും സ്പോൺസർഷിപ്പ് നൽകിയ സഹകരിച്ച എല്ലാ സുമനസ്സുകൾക്കും ശിവഗിരി മഠത്തിൻ്റെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് തീർത്ഥാടന മഹാമഹത്തിന് ആവശ്യമായ ശബ്ദവും വെളിച്ചവും നൽകിയ കവിതാ സൗണ്ട്സിൻ്റെ ഓപ്പറേറ്റർമാർക്ക്, കമ്മിറ്റി ചെയർമാൻ ശ്രീ വിശ്വംഭരൻ, ശ്രീ മണിരാജ്, ശ്രീ സുദർശനൻ, ശ്രീ റോയി, ശ്രീ സദാശിവൻ, ശ്രീ അജയ്കുമാർ കരുനാഗപ്പള്ളി തുടങ്ങി എല്ലാ അംഗങ്ങൾക്കും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഈ ശിവഗിരി തീർത്ഥാടന അന്നദാന പന്തലുകളും അതേപോലെ ഇവിടെ കാണുന്ന സ്റ്റാളുകളും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം ചെയ്ത PKA ഡെക്കറേഷൻ ഉടമ ശ്രീ അനിലിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തീർത്ഥാടന പരിപാടികളുടെ ഫോട്ടോ തത്സമയം എടുത്ത് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരുന്ന മറ്റ് മീഡിയ പ്രോസസ്സിംഗ് എല്ലാം നടത്തിയിരുന്ന ലൈന സ്റ്റുഡിയോയ്ക്ക് ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇവിടെ കാണുന്ന പല സ്റ്റാളുകളും ഇതിനു വേണ്ട മറ്റ് കർമ്മപരിപാടികളെല്ലാം നടത്തുന്ന ശിവഗിരി കർമ്മയോഗ പ്രവർത്തകരാണ്. അരവണ വിതരണവും അതേപോലെ തന്നെ പ്രസാദ വിതരണങ്ങളും മറ്റ് അനുബന്ധമായിട്ടുള്ള സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ശിവഗിരിയിലെ കർമ്മയോഗ എന്ന് പറഞ്ഞ് അവർ വളരെയധികം കഷ്ടപ്പെട്ടു. അവർ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളിലേക്ക് മുൻഭാഗങ്ങളിലേക്ക് എങ്ങും എത്താതെ അവരിതിൻ്റെ എല്ലാം പിന്നാമ്പറങ്ങളിൽ വളരെയധികം ദിവസങ്ങളായിട്ട് അരവണ നിറയ്ക്കുന്നതും അത് പാക്ക് ചെയ്യുന്നതും പ്രസാദം ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളിലായിരുന്നു അവർ ഏർപ്പെട്ടിരുന്നത്. അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഗുരുവിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഗുരുവിൻ്റെ മഹാസങ്കല്പമായി ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തിച്ചേർന്ന ലക്ഷോപലക്ഷം ഗുരുഭക്തർക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ശിവഗിരിയിലേക്ക് പദയാത്രകളായി വന്നെത്തിയിരിക്കുന്ന നൂറുകണക്കിന് പദയാത്രാ സംഘാംഗങ്ങൾ, പദയാത്രികർ, മറ്റുള്ള എല്ലാ ഗുരുഭക്തന്മാർക്കും അതേപോലെ തന്നെ SNDP ശാഖകൾ, SNDP യൂണിയനുകൾ, SNDPയുടെ യോഗത്തിൻ്റെ പ്രവർത്തകർ എല്ലാവർക്കും ഈ അവസരത്തിൽ ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർത്ഥാടന വേദിയിൽ ജ്വലിപ്പിക്കുന്ന തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർത്തുന്നതിനുള്ള ധർമ്മ പതാക, ആ ധർമ്മ പതാക അതേപോലെ തന്നെ കൊടിക്കയർ തീർത്ഥാടന വേദിയിൽ ജ്വലിപ്പിക്കുന്നതിനുള്ള ദിവ്യ ജ്യോതിസ്, ഈ വക സംഗതികളെല്ലാം സമ്മേളന വേദിയിൽ സ്ഥാപിക്കുന്നതിനുള്ള ഗുരുദേവ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള വസ്ത്രം എന്നിവയെല്ലാം കൊണ്ടുവന്ന വിവിധ പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾക്കും അതിനോട് യോജിച്ച അവിടെ അതിൻ്റെ കർത്താക്കളായിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സജ്ജനങ്ങൾക്ക് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പേരിലുള്ള 93ാമത് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ശിവഗിരി മഠത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ വിശേഷമായിട്ട് ഒന്നുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് ലക്ഷോപലക്ഷം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഏറ്റവും ബൃഹത്തായ ഒന്നാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളും മറ്റുമൊക്കെയായി ഏതാനും മാസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ വളരെയധികം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വളരെയധികം കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും കുറച്ച് കമ്മിറ്റികൾ ഇവിടെ എടുത്ത് പരാമർശിച്ചു എന്നുള്ളതുകൊണ്ട് ബാക്കി ആരും തന്നെ ഇതിലേക്ക് ഇല്ല എന്നല്ല, മറിച്ച് ഞാൻ ഏതാനും ചില ആളുകളെ മറ്റുള്ള കമ്മിറ്റിക്കെല്ലാം വേണ്ടിയിട്ട് അവരെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുകയായിരുന്നു. ഇത്തരണത്തിലുള്ള ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിസംബർ 15-ാം തീയതി മുതൽ ഇന്ന് അവസാനിക്കുന്നില്ല, ഇനിയും 3-4 ദിവസം കൂടി ഈ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ നിരന്തരമായിട്ട് ഒരുപക്ഷെ ഈ തരുണത്തിലുള്ള ഒരു വേദി നമുക്ക് മറ്റെങ്ങും തന്നെ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കാരണം 30-ാം തീയതി രാവിലെ ആരംഭിക്കുന്ന വേദി ഇവിടെ അരങ്ങൊഴിയാതെ തന്നെ രാവിലെ മുതൽ നടക്കുന്ന വൈകുന്നേരം വരെയുള്ള സമ്മേളനങ്ങൾക്ക് ശേഷം നടക്കുന്ന കലാപരിപാടികളുമായി ഇവിടുത്തെ കർട്ടൻ വീഴാതെ തന്നെ ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഡിസംബർ 15-ാം തീയതി മുതൽ 29-ാം തീയതി വരെ വിവിധ സമ്മേളനങ്ങൾ ശാരദാമഠത്തിന് താഴെയുള്ള സമ്മേളന പന്തലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സംഗതികൾ നടക്കണമെങ്കിൽ ഇവിടെ വരുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിനുള്ള ആളുകൾക്ക് മറ്റു തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കണമെങ്കിൽ, ഇവർക്കെല്ലാം തന്നെ ഊട്ടുവരയിൽ ഭക്ഷണം ലഭിക്കണമെങ്കിൽ, മറ്റെല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് 100 കണക്കിന് ആളുകൾ
വളരെയധികം കമ്മിറ്റികൾ എല്ലാം നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ എല്ലാവരുടെയും സമയദൈർഘ്യം കൊണ്ട്, സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അതിനുള്ള എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് ഞാനിതിനെ ദീർഘമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഏതാനും ചില കമ്മിറ്റികളെ ഞാൻ പരാമർശിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കാരണം പ്രധാനപ്പെട്ട ഭാരവാഹികൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കെട്ടിടം പണിയുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ ശരിക്കും ഭാരവാഹികൾ എന്ന് പറയുന്നത് അതിൻ്റെ തൂണുകളാണ്. ആ ഗുരു പറഞ്ഞൊരു ഉപദേശമാണത്. അപ്പോൾ അങ്ങനെ ഭാരവാഹികളായിട്ടുള്ളവർ അവരെപ്പോഴും കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് എപ്പോഴും തൂണുകൾ നിൽക്കുന്നത്. നമ്മൾ പുറമേ കാണുന്നതൊക്കെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ളതാണെങ്കിലും എല്ലാവരെയും നമ്മൾ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കരുത്തായിട്ടുള്ള മറ്റ് വളരെയധികം ആളുകൾ ഈ സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്ത് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ബോർഡാണ് ശിവഗിരി മഠത്തിൻ്റെ ഈ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒരു ചെറിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചത്. അപ്പം ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ഈ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡിനോടാണ്. ഒപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചത് ആദരണീയനായിട്ടുള്ള ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. സ്വാമികളോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഒപ്പം തന്നെ ഇതിന് വേണ്ട തരത്തിലുള്ള എല്ലാ കോർഡിനേഷനുകളും നടത്തിയത് ധർമ്മസംഘത്തിൻ്റെ ആദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ഈ വേദിയിൽ എനിക്ക് എപ്പോഴും കരുത്തായിട്ട് നിന്നിരുന്നത് ശ്രീ വിശാലാനന്ദ സ്വാമികളാണ്, ശ്രീ ശങ്കരാനന്ദ സ്വാമികളാണ്. ഒപ്പം തന്നെ ഈ ശിവഗിരി മഠത്തിൽ വളരെയധികം സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. ഈ സന്യാസി ശ്രേഷ്ഠന്മാർ മറ്റെല്ലാ തരത്തിലുള്ള ഓരോ മേഖലയിലും അവിടെ എല്ലാം നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് ആർക്കും തന്നെ ഈ വേദിയിലേക്ക് എത്താനാവാതെ പോയിരുന്നത്. ഊട്ടുവരയിലും മഹാസമാധിയിലും ശാരദാമഠത്തിലും മറ്റ് പൂജാ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം തന്നെ ഓടി നടന്ന് അവരവിടെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അവർക്ക് വേദിയിലേക്ക് എത്താൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ നിങ്ങൾക്ക് കാണാനാവാത്തത്. അവരെല്ലാം ഇപ്പോഴും ഓരോരോ വ്യവഹാരങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് അവരവരുടെ കർമ്മ മണ്ഡലത്തിലാണ്. അവരെ ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ആരുടെയൊക്കെയോ കുറേ അധികം പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ഇനിയും മുന്നോട്ട് നീട്ടണ്ട എന്നുള്ള ഒരു ധാരണയിൽ ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രമുഖമായിട്ട് ഈ കമ്മിറ്റികളിൽ നിന്നിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഏതാനും പേരെ ആദരിച്ചുകൊണ്ട് ഞാൻ ഈ ഇതിൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇനി മുന്നോട്ട് വളരെ നല്ല കലാപരിപാടികൾ കാണുന്നതിനായിട്ടാണ് നിങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ സമയത്തെ കൂടുതൽ അപഹരിക്കുന്നില്ല. എല്ലാവർക്കും ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ. അടുത്ത തീർത്ഥാടനവും നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംബന്ധിക്കുവാനുള്ള അനുഗ്രഹം ഗുരുവിൻ്റേതായിട്ടുണ്ടാവട്ടെ. ഈ ഒരു വർഷം മുഴുവനും ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ. പുതുവത്സരം ഈ അവസരത്തിൽ ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ധന്യമായിരിക്കുവാനായിട്ട് ഗുരുവിൻ്റെ പേരിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്തേ.